ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. ഞാനൊരു പകുതി വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി പുളിശ്ശേരിക്ക് ആവശ്യമായ സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, കടുക് മുപ്പിക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം നമുക്കിനി തുടങ്ങാം. പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുകും ജീരകവും ഉലുവയും ഒക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള വഴറ്റാൻ ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് സവോളയിലേക്ക് മുളക് പൊടി, മഞ്ഞൾ പൊടി, അല്പം ജീരകപ്പൊടി ചേർത്ത് നമുക്ക് യോജിപ്പിക്കാം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. വെള്ളരിക്കയും അരപ്പും ഒന്ന് മിക്സ് ആയി കഴിഞ്ഞ ഉടനെ നമുക്ക് യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. ആ പാത്രം ഒന്ന് കഴുകി ഇച്ചിരി വെള്ളം കൂടെ നീട്ടി ചാറാക്കി എടുക്കാം. എല്ലാം നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് അതിനകത്തേക്ക് ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് പുളിശ്ശേരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ പുളിശ്ശേരി. നമുക്ക് ഇനി അതൊക്കെ താളിച്ച് ചേർക്കാം. അതിനാവശ്യമായ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക്. ഇനി നമുക്ക് താളിച്ചത് പുളിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം വെള്ളരിക്ക ഇട്ട് വെച്ച് മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.